ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മളിപ്പോ ഉള്ള മുടന്തേമ്പാറ നമ്മുടെ തടുപ്പ് ജ്യോതിശാലയത്തിനടുത്ത. അപ്പം നമ്മുടെ അടുത്ത് ഉമേഷ് സാറിനെ പറ്റി ഞാൻ നാളിൽ അന്വേഷിച്ചപ്പം അദ്ദേഹത്തെ പറ്റി എല്ലാവരും ഫുൾ നെഗറ്റീവ് കാര്യങ്ങളാണ്. അദ്ദേഹത്തെ ആർക്കും അറിയത്തില്ല, അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നില്ല, തട്ടിപ്പ കാര്യങ്ങളാന്നൊക്കെ എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പുറത്തും തമിഴ്നാട്, സേലം അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്കാർ കുറെ പേര് ഇവിടെ മന്ത്രത്തിനായാലും ചികിത്സയ്ക്കായാലും എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിന് പിന്നിൽ എന്താ രഹസ്യം നമുക്കിന്ന് അറിയണം. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് എന്തൊക്കെയാ സംഭവം നമുക്ക് അന്വേഷിച്ചിട്ട് വരാം. അപ്പൊ എല്ലാവരും നമുക്ക് പോയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഉമേഷ് സാറിന്റെ അടുത്തേക്ക് പോകുന്ന വഴി നമ്മുടെ മുടന്തേമ്പാറ മുത്തപ്പന്റെ അങ്ങോട്ട് കയറുന്ന ആ റോഡിലേക്ക് കയറി ഈ കുരിശുവള്ളിയും കഴിഞ്ഞ് മേളിൽ മുത്തപ്പന്റെ അമ്പലം കഴിഞ്ഞ് ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട്. ആ ലെഫ്റ്റിലോട്ടുള്ള വഴിയിൽ പോയി ഒരു 200 മീറ്റർ എത്തി കഴിയുമ്പോൾ നമുക്ക് ആ സ്ഥലത്തെത്തും. നമ്മളിപ്പോ ഇങ്ങനെ ഇറങ്ങിപ്പോ നമ്മുടെ ഉമേഷ് സാറിന്റെ വൈദ്യശാലയിലോട്ട്. അപ്പൊ നമുക്ക് ഇവിടെ ചെന്നിട്ട് നമുക്ക് ഉമേഷ് സാറിനോട് തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ ഉമേഷ് സാറിനോട് തന്നെ ചോദിക്കാം. ഉമേഷ് ചേട്ടാ, ഈ ഫീൽഡിലോട്ട് വന്നിട്ട് എത്ര വർഷമായി? ഞാൻ ഏകദേശം ഒരു 13-14 കൊല്ലമായി. ഉമേഷ് ചേട്ടൻ എന്തൊക്കെ രോഗങ്ങൾക്ക് ഇവിടെ ചികിത്സിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏകദേശം എന്ന് പറഞ്ഞാല് അങ്ങോട്ട് ക്യാൻസറിന്റെ കാര്യം പറയാൻ പാടില്ല. നിലവില് ക്യാൻസർ മുതലുള്ള ആൾക്കാർക്ക് പോലും ഞാൻ മരുന്ന് കൊടുത്തിട്ട് അതിന്റെ മാറ്റങ്ങളുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും മെയിനായിട്ട് വിഷമായി, പിന്നെ അതുപോലെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ചികിത്സയും. മഞ്ഞപ്പിത്തം അതുപോലുള്ള രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യാറുണ്ടോ? മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് പിന്നെ ചികിത്സ ചെയ്യാറുണ്ട്. അത് മാത്രല്ല, അത് കൂടാതെ തന്നെ കുറെ ആൾക്കാർക്ക് മൂലക്കുരു, ചെന്നിക്കുത്ത്, പിന്നെ വിഷവൈദ്യം, അതുപോലെ വയറിന്റെ ഉള്ളിൽ ഭയങ്കര വേദന, പിന്നെ മുഴ, വയറ്റിലെ മുഴയൊക്കെ മാറ്റി കൊടുക്കും. അപ്പം നമ്മൾ ഈ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന അങ്ങനത്തെ അങ്ങനെ ഞാനിപ്പോ പുഴുവിട്ട് അവർക്കെല്ലാം ചികിത്സിക്കുന്നുണ്ട്. കൈ നമ്മൾ ഷുഗർ വന്നിട്ട് പുഴു നിറഞ്ഞിട്ടൊക്കെ അതിനൊക്കെ മാറ്റമുണ്ട്. അപ്പൊ ഉമേഷ് ചേട്ടൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഫുള്ളി ഞാൻ ചുറ്റി നടന്നു, നമ്മുടെ സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി കണ്ടു. അപ്പൊ ഇവിടെ പച്ചമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഭവമില്ല, ഒരു പച്ചമരുന്ന് ഞാൻ കണ്ടില്ല, പച്ചമരുന്ന് ആക്കുന്നൊന്നും കണ്ടിട്ടില്ല. അതെന്താ ഈ സംഭവം? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, എനിക്കൊരു 10-15 കുട്ടികൾ പഠിക്കുന്നവരും എന്റെ കൂടെയുള്ള ആൾക്കാരുണ്ട്, കൂടെ പിന്നെ ചെയ്യുന്നവരുണ്ട്, പുറകെ നടക്കുന്നവര്. ഇവരെല്ലാരും ഉണ്ടായാലും നമ്മൾ മരുന്ന് ശേഖരിക്കാത്ത വിഷയം എന്താന്ന് പറഞ്ഞാല്, മരുന്ന് ശേഖരിച്ചിട്ട് ഇവിടെ ഉണക്കി വെച്ചിട്ട് ഉണക്ക് മരുന്നല്ല ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. പച്ചമരുന്ന് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ആ രോഗിയെ കാണുക, ആ രോഗിയെ തൊട്ടറിഞ്ഞ് ആ രോഗിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ രോഗിക്കുള്ള മരുന്ന് പറിക്കാൻ വേണ്ടി നമ്മൾ പോകുകയാണ് വേണ്ടത്. നമ്മൾ പറിച്ചെടുത്ത് കൊണ്ടുവരികയാണ് അതിന്റെ ശരി. അതാണ് പാരമ്പര്യ വൈദ്യം അല്ലെങ്കിൽ പച്ചമരുന്ന് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ആ മരുന്നിനകത്ത് കൊമ്പ് പിടിക്കും. ആ കൊമ്പ് പിടിച്ച് ആ വിഷമാണ് നമ്മൾ പിന്നെ രോഗിക്ക് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും നമ്മള് പിന്നെ കാട്ടിൽ നിന്ന് കൊത്തിയിട്ട് കൊണ്ടുവന്ന് അത് ലൈവായിട്ട് ആ രോഗിക്ക് കൊടുക്കുക. ചുറ്റോട്ട് കുറച്ച് അകലം പോകണം. ഇപ്പൊ ഇന്നിപ്പോ വണ്ടി വാഹന സൗകര്യം ഇല്ലോണ്ട് നമുക്ക് പെട്ടെന്ന് പോയി ഇന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് പറിച്ചിട്ട് വരാൻ പറ്റും. അപ്പൊ ഉമേഷ് ഈ ചികിത്സ മാത്രമല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? ഇതിപ്പോ ശരിക്കും പറഞ്ഞാല് നമുക്ക് ഈ ചില ആൾക്കാർക്ക് ഈ പ്രേതബാധ കൂടുക എന്ന് പറയുന്നത് ഇന്നിപ്പോ ആൾക്കാർ പറയുമ്പോ അതൊരു ഈസി ആക്കി കളയുന്ന സംഭവങ്ങളാണ്. നിസ്സാരമല്ലേ? പ്രേതബാധ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ സിനിമ മാത്രമല്ലേ കണ്ടുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ആരും പറഞ്ഞാൽ വിശ്വസിക്കും പ്രേതമുണ്ട് ആ സെറ്റപ്പ് ഒക്കെ? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ നിരീശ്വരവാദിയായിരുന്നു. ഞാൻ ശരിക്കും നിരീശ്വരവാദിയായിരുന്നു. അതിൽ നിന്നാണ് ഈ പാരമ്പര്യ വൈദ്യത്തിലേക്ക് വരുന്നത്. പ്രേതമുണ്ട് അല്ലെങ്കിൽ ഇളകുന്ന വാതകൾ വിഷയങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് അത് സത്യം തന്നെയാണ്. ഞാൻ എന്താ പറയാ, ഇതിനെക്കുറിച്ച് പിന്നെ കൊറോണ കാലഘട്ടത്തിൽ തന്നെ പോലീസ് പെർമിഷൻ അടക്കം തന്നിട്ട് ഞാൻ ഇവിടെ പ്രേതബാധ നീക്കിക്കളയൽ പരിപാടി ഇവിടെ തന്നെ അങ്ങനെയുള്ള പല വിഷയങ്ങൾ, അതുപോലെ പല മേഖലയും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ചികിത്സയിലേക്ക് വരുന്നതിന് 13 വർഷമല്ലേ ഇങ്ങോട്ട് വന്നിട്ട്? അപ്പൊ ഇതിനു മുമ്പ് എന്താ ചെയ്തോണ്ടിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുണ്ട്. എല്ലാ മേഖലയിലും. വീടിന്റെ പണിയായി, പിന്നെ അതുപോലെ കവുങ്ങ കയറും, തെങ്ങ കയറും, അങ്ങനെ എല്ലാ പണിയുണ്ട്. ആ പണിയുടെ ഇടയിലാണ് ഈ പിന്നെ പൂർവികർ കൊണ്ടുവന്നിരിക്കുന്ന കലകൾ ഞാൻ പഠിച്ചെടുത്തിരിക്കുന്നത്, പകർന്നു തന്നത്. അന്നേരം പിന്നെ ഞാൻ 3 പേരോട് പിന്നെ പൂർവികരായിട്ട് പഠിച്ചിരിക്കുന്നത്. എന്റെ വല്യച്ഛൻ കിരാനായിരുന്നു. വല്യമ്മക്ക് ചെറിയ ചെറിയ അറിവുകളെല്ലാം വല്യച്ഛൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എന്നാൽ അതൊക്കെ ഞാൻ വല്യമ്മയോടൊക്കെ മേടിച്ചിരുന്നു. കിരാത്തി എന്ന് പറയും, കിരാത്തി. അതുപോലെ കാരിച്ചി എന്ന് പറഞ്ഞവരോട് പഠിച്ചു. അതുപോലെ പിന്നെ വെടുക്കത്തൻ കാവേരി എന്ന് പറഞ്ഞവരോട് പഠിച്ചിട്ടുണ്ട്. കാവേരിയോടാണ് ശരിക്കും തടപ്പ് ജ്യോതിഷം എന്ന് പറഞ്ഞ സാധനമൊക്കെ പഠിക്കുന്നത്. ഉമേഷേട്ടന്റെ ശിഷ്യതയിലെ ഇതിപ്പോ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? ഇപ്പൊ ഏകദേശം ഒരു 15ഓളം ഉണ്ടല്ലേ? അപ്പൊ നമുക്കിതെങ്ങനെ, ഇപ്പൊ നമ്മളിവിടെ വന്ന് ഒരാഴ്ച ഇവിടെ വന്ന് പഠിപ്പിച്ചു തരും? ഒരാഴ്ച കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല. ഏകദേശം പറഞ്ഞാലും മന്ത്രവാദം ആയാലും അല്ലെങ്കിൽ മരുന്നായാൽ പോലും ഏകദേശം ഒരു 6-7 വർഷം എന്തായാലും വേണം. എന്റെ കൂടെ ഒരു 9 കൊല്ലമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്നുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഈ ചികിത്സയും മന്ത്രവാദി. അതൊരു കാരണവശാലല്ല. എന്താ പറഞ്ഞാല് ഗുരുത്തം കുരുന്നല എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ പാഞ്ഞു വന്നിട്ട് ഒരു ഇല കൊടുത്തു നീ നാളെ മുതൽ കർമ്മം ചെയ്തോ, നാളെ മുതൽ നീ മരുന്ന് കൊടുത്തു എന്ന് പറയുന്ന സംഭവം അല്ല ഇത്. ഇതൊരു ആനയെ എങ്ങനെ നയിക്കണം, ആ തോട്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു സമയമുണ്ട്. ആ രീതിയിലേക്കൊരു കാഴ്ചപ്പാട് നമുക്ക് നിലവിൽ വേണം. ഉമേഷ് ഏട്ടാ, അപ്പൊ ഇവിടെ പൂജയും കാര്യങ്ങളും അല്ലാതെ പ്രാർത്ഥന എന്തെങ്കിലും ചെയ്തു? ഇവിടെ അമ്പലം പോലെ കണ്ടു. ഇവിടെ ഞാൻ പഠിച്ചിരിക്കുന്ന മൂർത്തിമാരെ കൂടിയാക്കിയിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലാണ്, ഇതിന്റെ അകത്താണ്. പിന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒന്ന് ചില ആൾക്കാർ പോലീസ് കേസിൽ കൊടുക്കുന്ന ആൾക്കാർ, അന്നേരം ചിലപ്പോൾ നമ്മൾ അകത്തൊക്കെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന പറയും. പിന്നെ കല്യാണം കഴിയാത്തവര്, പിന്നെ അതുപോലെ സ്വർണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ, സ്വർണ്ണങ്ങൾ നഷ്ടപ്പെട്ട് ഈ നിരക്കൊരു ഇടക്കാലഘട്ടത്തിൽ സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ട് ഇവിടെ താലി കൊടുക്കാന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ ലോക്കറ്റാണ്. അങ്ങനെ കിട്ടിയാണ് ഈ താലി കിട്ടിയാണ്. സ്വർണത്തിന്റെ പെണ്ണുങ്ങളുടെ താലിയാണിത്. പക്ഷെ പെണ്ണുങ്ങളുടെ താലി ഒരു കാരണവശാലും നമ്മൾ ഇടാൻ പാടില്ല. പക്ഷെ ദൈവത്തിന് കിട്ടിയത് കൊണ്ട് അവിടെ അതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്ത് കഴുത്തിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ പിന്നെ എന്താ പറഞ്ഞാല് നമുക്ക് രോഗങ്ങൾ വന്നാല് പെണ്ണുങ്ങൾക്ക് ഇവിടെ ഭയങ്കര പ്രധാനമാണ്. ഇവിടെ ഈ അമ്പലത്തില് ഇതിന്റെ ഉള്ളിൽ എന്താ പറഞ്ഞ ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞാൽ മാർണകുറത്തി, പഞ്ചുരുളി, കാപ്പാളത്തി അമ്മ, മന്ത്രമൂർത്തി, പിന്നെ ഇതിനോട് ബന്ധപ്പെട്ടെല്ലാം പഠിച്ചിരിക്കുന്ന മൂർത്തികളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്, ഇതിന്റെ അകത്തിരിക്കുന്നത്. അന്നേരം സങ്കല്പ രീതിയിലേക്ക് എന്ത് പ്രാർത്ഥന പെണ്ണുങ്ങൾ കൊടുക്കുന്നു ഇവിടെ കുറത്തി മാതാവിന് ഭയങ്കര പ്രധാനമാണ്. ഇവിടെ അരിയാണ് ഏറ്റവും വലിയ നിവേദ്യം എന്ന് പറഞ്ഞത്. അരി അമൃത് വിളമ്പുക, അരി കൊടുക്കുക, പിന്നെ തടപ്പിലൊക്കെ അരി ഇടുക, അങ്ങനെയുള്ള പ്രാർത്ഥന. അത് ലോട്ടറി അടിക്കാത്തവർക്ക് ലോട്ടറി അടിച്ചിട്ട് ഇവിടെ കിട്ടിയ ലോട്ടറി അടിച്ചിട്ട് വന്നിട്ട് തന്ന സാധനങ്ങൾ പോലും ഇവിടെ ഇതിന്റെ ചുറ്റളവിലുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. രക്ഷപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. അപ്പോളെ ഉമേഷ് ഇത്രയും വർഷം ഈ ഫീൽഡിൽ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നാട്ടിലൊന്നും പുറത്ത് ഉമേഷിനെ പറ്റി ആരും പറയുകയോ കേൾക്കുകയോ ഒരു വീഡിയോ പോലും ഞാൻ കാണുകയോ ചെയ്തിട്ടില്ല. ഞാൻ തന്നെ ഇന്നിവിടെ വരാനുള്ള കാരണം എന്റെ ഫ്രണ്ട് ഇങ്ങനെ ഇവിടെ ഒരു ചേർന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നാന്ന് പറഞ്ഞു, ജെന്യൂനാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്ന് ഉമേഷിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ ഈ പുറം ലോകത്തേക്ക് ഇത് എത്തുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഈ രോഗികൾ ഉമേഷിനെ തേടി ഇവിടെ എത്തുന്നത്? ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞാല്, നമ്മള് പണ്ട് കാരണന്മാര് പറയാറുണ്ട്, മാങ്ങയുള്ള മാവിലെ കല്ലെറിയുള്ളൂ. നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാര് എപ്പോഴും എന്താക്കുന്ന അറിയാം, നമ്മുടെ ആയിരിക്കുന്ന തൊട്ടടുത്തുള്ള മേഖലയുള്ള പാരമ്പര്യത്തിന് പുറം ലോകത്തിലേക്ക് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കൂല. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയും. അന്നേരം ഞാൻ പഠിച്ചിരിക്കുന്നത് എങ്ങനെയറിയാം, നമ്മുടെ അറിവ് നമ്മളിൽ നിന്ന് തന്നെ പകർന്നു കൊടുക്കുക. അത് നമ്മൾ ആരെയാണ് രക്ഷിക്കുന്നത് അവരറിഞ്ഞിട്ട് വരുന്നതാണ് അതിന് ശരി. അറിഞ്ഞു വരുന്നതാണ് അതിന് ശരി. ഒന്നും ചെയ്യാത്ത ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോ ഈ വീഡിയോ കാണുമ്പോ ആൾക്കാർ വിചാരിക്കും നമ്മളിലേക്ക് വരാൻ വേണ്ടാന്ന്. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും അത് അങ്ങനെ വരരുത്. നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞിട്ട് വരിക. അപ്പം ഞാൻ വിളിച്ചപ്പോ തന്നെ ഉമേഷ് ചേട്ടൻ ആദ്യം പറഞ്ഞ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ കുറെ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഉമേഷ് ചേട്ടൻ. അപ്പം അതായിരുന്നല്ലോ അതിന്റെ പിന്നിലെ കാരണം. അതെ അതിൽ എന്ന് പറഞ്ഞാല് എന്റെ കണക്ക് പ്രകാരം ഞാൻ രക്ഷപ്പെടുത്തിയ ആൾക്കാർ കുറെ ഉണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ വരുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ല അതിന്റെ ശരി. നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളെ ബോധ്യപ്പെട്ട് നമ്മൾ അംഗീകരിച്ച് വരുന്ന ഒരാളാണ് നമുക്ക് ആവശ്യം. അവിടെയാണ് ആവശ്യം. മിൻസ് എന്ന് പറഞ്ഞാലേ ഇവിടെ ഇപ്പൊ വീഡിയോ ഒന്നും എടുക്കാതെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ എന്നെ വിളിക്കുന്ന കണക്കുകളാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? എന്റെ അടുത്ത് വന്ന് രക്ഷപ്പെട്ട ആൾക്കാരും അല്ലാതെ ഈ കണക്കുകളെല്ലാം അത്രേ ഉള്ളൂ. ഉമേഷ് ഏട്ടാ, നമുക്ക് ഉമേഷിനെ ചികിത്സിച്ച് രോഗം ഭേദമാക്കി കുറച്ച് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. കണ്ടാലല്ലേ നമുക്ക് വീഡിയോക്ക് ഒരു ജെനുവിറ്റി. ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ആരും വിശ്വസിക്കത്തില്ല. അപ്പൊ നമുക്ക് പേഷ്യന്റിനെ കണ്ട് നമുക്ക് കുറച്ച് അഭിപ്രായം ഒന്ന് എടുത്തു തരാൻ പറ്റും. ഇവിടെ ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങളത് ചോദിച്ചല്ലോ, ഞാൻ പറയുന്നത് നമ്മൾ രോഗം ചികിത്സിച്ച ഒരാളെ നമ്മൾ പറഞ്ഞാലും നിങ്ങൾക്ക് നാളെ കമന്റ് വരുന്നത് എന്തായിരിക്കും അറിയാം, അവര് സ്വാഭാവികമായിട്ട് പറഞ്ഞുണ്ടാക്കിയെന്ന് പറയും. അതെ. പക്ഷെ അതല്ല, ശരിക്കും ആ വ്യക്തി എങ്ങനെ ആയിരുന്നു നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് ആ രക്ഷപ്പെട്ട വ്യക്തി ഇന്നെന്ന രീതിയിലാണ് രക്ഷപ്പെട്ടിരിക്കുന്നുള്ള കാഴ്ചപ്പാട് നിലവിലുണ്ടാവും. അത് ആ വ്യക്തിയോട് ചോദിച്ചാൽ അവര് തന്നെ സ്വയം വരുന്നതല്ലാതെ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ പറഞ്ഞാൽ അങ്ങനെയാണ്. ഇന്ന് ഫുൾ സയൻസ് ആണ്. ഇന്ന് സാമ്പത്തികം ഉണ്ടാക്കാനുള്ളൊരു തന്ത്രമാണ് യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, മറ്റുള്ള പരിപാടിയിൽ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ തൊട്ടറിഞ്ഞിട്ട് അത് സത്യമാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വരാൻ ശ്രമിക്കുക. അവിടെയാണ് പോയിന്റ്. അപ്പൊ നമ്മളിന്നുള്ള നമ്മുടെ കാഞ്ഞങ്ങാട് ഏരിയയിൽ അപ്പൊ നമ്മുടെ ഉമേഷിനെ ചികിത്സിച്ച് രോഗം മാറിയ ഒരു അച്ഛനും അമ്മയും നമ്മളോട് ഉണ്ട്. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയാണ്. ആണോ? പിന്നെ വേറെ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായി എല്ലാം ശരിയാക്കി. ഇതല്ലേ അമ്മ?
അമ്മയ്ക്ക് എന്നാ പറയാനുള്ളത്? അതിന് ഞങ്ങൾക്ക് സന്തോഷമില്ല. ഇവർ പിന്നെ ഇവരെ കണ്ടോണ്ടാലും ഞങ്ങൾ കാലെടുത്ത് നടക്കാൻ തുടങ്ങി. അത് നടക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇല്ലായിരുന്നല്ലേ? ആ ഒരു ഇത് നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പം നടക്കാനൊക്കെ ആയില്ലേ? ഇപ്പൊ ശരി, നടക്കാനൊന്നും കഴിയുന്നു. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നും. നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ പരപ്പേല. അപ്പൊ നമ്മുടെ ഉമേഷേട്ടൻ ചികിത്സിച്ച് രോഗം മാറിയ ഒരു ഫാമിലി ഉണ്ട് നമ്മളോട്. അപ്പൊ അവരോട് ചോദിക്കാം. അച്ഛൻ പറയാൻ മുട്ടിനേറിയ പഴുപ്പുണ്ടായിരുന്നു. പഴുപ്പുണ്ടായിട്ട് ഞങ്ങൾ ആദ്യം കാഞ്ഞങ്ങാട് പോയി അവിടെ ഗവൺമെന്റ് കാണിച്ചു. നേരം അവിടെ നേരെ പെരിയാരം കൊണ്ട് അവിടെ അഡ്മിറ്റ് ആക്കി. അപ്പൊ അങ്ങനെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ പഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞു. അവിടുന്ന് ഇവിടെ വന്നിട്ട് കുറയുന്നില്ല. അങ്ങനെ ഞങ്ങളൊന്ന് പച്ചമരുന്ന് ഉമേഷേട്ടനെ വിളിച്ചു. ഉമേഷേട്ടൻ ഒന്ന് രാത്രി വന്നു എല്ലാം പച്ചമരുന്ന് കൊടുത്തെല്ലാം റെഡിയാക്കി. ഇപ്പൊ സുഖമായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് എന്നാ പറയാനുള്ളത്? എന്ത് പറയല് സുഖായി സുഖമായി, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. സുഖം നടക്കാൻ പറ്റുന്നില്ല, നടുവേദന. അല്ല, മറ്റേ കുഴപ്പങ്ങളൊക്കെ തീർന്നല്ലേ? പോയില്ലേ? നമുക്ക് വീട്ടില് ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര പോലെ വീട്ടിൽ കയറുമ്പോൾ ഇങ്ങനെ അരപ്പുടി തള്ളം പോലെ പുറത്തേക്ക്. ഉമേഷേട്ടനെ വിളിച്ച് ഉമേഷേട്ടൻ വന്നിട്ട് എല്ലാം കഴിച്ച് നമുക്കിപ്പോ അങ്ങനെ വീട്ടിൽ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇങ്ങനെ ഉള്ളിൽ കയറുമ്പോൾ പുറത്ത് തള്ളും പോലെ നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലേ? നടക്കാൻ പറ്റും. ചെറിയൊരു വേറെ പ്രശ്നം വന്നോണ്ട് വലിയ എല്ലാം സെറ്റ്. ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരിക. അപ്പൊ ഉമേഷേട്ടൻ ചികിത്സിച്ചവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മളിങ്ങനെ എല്ലായിടത്തും പൊക്കോണ്ടിരിക്കുക. ചേട്ടൻ ഉമേഷേട്ടൻ്റെ അടുത്ത് ചികിത്സയൊക്കെ നേടിയല്ലേ? അപ്പൊ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എന്റെ പേര് സനോജ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളുണ്ടായിരുന്നു കുട്ടികളില്ലാണ്ട്. ഇപ്പൊ ഉമേഷയുടെ ഒരു കർമ്മം ചെയ്തതിനു ശേഷം കുട്ടികളുണ്ടായി. ഇപ്പൊ രണ്ടാമതായി. വീട്ടിൽ അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഉമേഷയുടെ കർമ്മം ചെയ്തിട്ട് ശരിയായി. പിന്നെ വേറൊന്നുമില്ല. ഇപ്പൊ ഹാപ്പി ആയി പോകുന്നല്ലേ? ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ ഏട്ടാ. അപ്പൊ നമ്മളുള്ള നമ്മുടെ കോളിച്ചാൽ നമ്മുടെ ഉമേഷേട്ടൻ ചികിത്സിച്ച് രോഗം മാറിയ ഒരു ചേട്ടനുണ്ട്. നമുക്ക് ചേട്ടനോട് തന്നെ എന്റെ എക്സ്പീരിയൻസ് ചോദിക്കാം. പറഞ്ഞേട്ടാ, എന്തൊക്കെയായിരുന്നു അസുഖങ്ങളൊക്കെ? എന്റെ അച്ഛന് ഒരു കൈ ഇങ്ങനെ തളർന്നു പോകുന്ന അവസ്ഥയുണ്ടായി. കൈ അതിനെ ചികിത്സിച്ചിട്ട് അതും നല്ല ഭേദമായി. പിന്നെ മൃഗ സംരക്ഷണ മേഖലയിൽ എന്റെ ചേച്ചിയുടെ ഒരു വളർത്താട് പ്രസവത്തോടു കൂടി അത് തളർന്നുപോയി. ഡോക്ടർ അതിന് 7 ദിവസം മാത്രമേ ആയുസ് കൽപ്പിച്ചിട്ടുള്ളൂ. തളർന്നുപോയി. പിന്നെ അദ്ദേഹം സമയമില്ലാത്ത സമയത്ത് അർദ്ധരാത്രി വന്ന് അതിന് ചികിത്സ നടത്തി. പിന്നെ അത് രക്ഷപ്പെട്ട്. അത് മാത്രമല്ല, അത് പിന്നെ 3 പ്രസവം കഴിഞ്ഞിട്ടാണ് ആ ആട് ചത്തുപോകും. 7 ദിവസം മാത്രമേ ഡോക്ടർ അതിന് ആയുസ് കൽപ്പിച്ചിട്ടുള്ളൂ. ആ ഉപേക്ഷിച്ച നിലയിൽ നിന്നാണ് ആ ആടിനെ രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ ആ ആട് 3 പ്രസവം കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് അതിനെ വിറ്റത്. നമ്മളുള്ള ചണ്ടിക്കുന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ നമ്മുടെ ഉമേഷേട്ടൻ ചികിത്സിച്ച് രോഗം മാറിയ ഒരു ചേച്ചി ഉണ്ട്. നമുക്ക് ആ ചേച്ചിയോട് തന്നെ ഒപ്പീനിയൻ ചോദിക്കാം. എനിക്ക് കാലിനൊരു വേദന ഉണ്ടായിരുന്നു, നടുവിന് ഇങ്ങനെ താഴെ വരെ നടുവിന്. അപ്പോൾ കുറെ മരുന്നൊക്കെ മേടിച്ചു. അല്ലെങ്കിൽ MRI ചെയ്ത് നോക്കണം. നോക്കിയാൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലേ ആ വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിലവിൽ അവനൊരു എണ്ണയാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെറുതെ ജസ്റ്റ് സാമ്പിൾ പോലെ തന്നു. ഞാനത് യൂസ് ചെയ്തപ്പോൾ കുറഞ്ഞു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ചേട്ടാ നമസ്കാരം. ചേട്ടൻ ഇവിടുത്തെ റിസപ്ഷനിലേക്ക് ഇരിക്കുന്നെന്ന് പറഞ്ഞു. എത്ര ആളായി ചേട്ടാ ഇവിടെ ഉമേഷേട്ടൻ്റെ കൂടെ കൂടാൻ തുടങ്ങിയിട്ട്? ശരിക്കും പറഞ്ഞാൽ 3 മാസത്തോളം. ചേട്ടന്റെ വീട് എവിടെയാ? എന്റെ വീട് തൊട്ട് മേളത്തിയാണോ? അപ്പൊ ഇവിടെ ഈ 3 മാസമായിട്ടുള്ള ഉമേഷേട്ടൻ്റെ കൂടെ പോയിട്ട്. അപ്പൊ ഇതിനു മുമ്പ് എന്താ ചെയ്തോണ്ടിരുന്നത്? ഇതിനു മുമ്പ് ഓരോ പണിക്കെല്ലാം പോയിക്കൊണ്ടുണ്ടായി. പിന്നെ സുഖമില്ലാതെ എല്ലാം ആയിട്ട് ഉണ്ടായി. എന്താ പറ്റി? എന്തെല്ലാം ഇല്ലാത്ത അസുഖമൊന്നുമില്ല, എല്ലാ അസുഖം ഉണ്ടായിരുന്നു. എന്നിട്ട് അതെങ്ങനെ ഭേദമായി? ഭേദമായത് ഇപ്പം ഇവിടെ ഈ ആശാന്റെ കൂടെ ഉമേഷേട്ടൻ ചികിത്സിച്ച് മാറ്റിയാൻ പറ്റിയല്ലേ? എന്താണ് അസുഖം? എന്തായിരുന്നു? എന്തെല്ലാം അസുഖം ഉണ്ടായിരുന്നു. ഞാൻ അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല, 5 മിനിറ്റ് നിൽക്കാൻ കഴിയില്ല, കിടക്കാൻ കഴിയില്ല, ഉറങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ എല്ലാ അസുഖവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് ഒരുപാട് ആശുപത്രിയിൽ പോയി, അമ്പലങ്ങളിൽ പോയി, എല്ലായിടത്തും പോയി. ഏടുന്നും രോഗം ഭേദമായില്ല. 2-3 വർഷം കിടപ്പിൽ തന്നെയായിരുന്നു ഞാൻ. ഇരിക്കാൻ കഴിയില്ല, ഒരു ഗ്ലാസ് വെള്ളം വരെ കുടിക്കാൻ കഴിയില്ല. 3 മാസത്തോളം രാവിലെയും രാത്രിയും ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനത്തെ അവസ്ഥയിലുണ്ടായി. പിന്നെ അമ്പലത്തിൽ പോയി മുദ്രയിട്ടു. 1 വർഷത്തോളം മുദ്രയിട്ടു. അതിലും മാറ്റം വന്നില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ തളർന്ന് ഇങ്ങനെ ഇരുന്നിക്കുന്ന ഒരു സമയത്താണ് ആശാൻ അതിലെ വരുന്നത്. അപ്പൊ അതൊരു ഉമേഷേട്ടനെ പറ്റി അറിയത്തില്ലായിരുന്നു? അറിയുമായിരുന്നു, അങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടാണ്. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ആശാൻ എന്നാ പിന്നെ നിന്റെ അസുഖം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഒരാഴ്ച കൊണ്ട് ഏകദേശം എല്ലാ അസുഖവും എല്ലാം ഫുള്ള് മാറ്റി. പിന്നെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്, എല്ലാം ശരിയായി.
അത് കഴിഞ്ഞാണ് ചേട്ടൻ അപ്പൊ ഇവിടെ ജോലിക്ക് വന്നത്? അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ ആശാന്റെ കൂടെ തന്നെ കൂടിയത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മാലോത്ത് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റായുള്ള ഈ ബിൽഡിങ്ങിന്. അപ്പം വരുന്നവരെല്ലാം അതിന് തന്നെ മുൻകൂട്ടി വിളിച്ചിട്ട് വരിക. ഇതാണ് നമ്മുടെ മാലോത്തെ ഉമേഷേട്ടൻ്റെ ഓഫീസ് റൂം ഇവിടെയാണ് വരുന്നത്. അപ്പം ഇവിടെ വന്നപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും കാര്യങ്ങളിലെല്ലാം ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കാണിക്കാം എല്ലാവരെയും. അപ്പൊ നമ്മൾ വീഡിയോയ്ക്കകത്ത് ഇവിടുത്തെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്ക്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് മാത്രം വരിക. വീഡിയോ കണ്ട് ജെന്യൂൻ ആണെന്ന് തോന്നിയാൽ മാത്രം. നമ്മൾ ഒരു കാര്യവും പ്രൊമോട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രം ഇങ്ങോട്ട് വരിക, കോൺടാക്ട് ചെയ്യുക.